ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കുക. കാരണം സമയം കിട്ടാത്തതുകൊണ്ടും ഒരുപാട് കൃഷിക്കാർ ഈ മൂന്നാം വളത്തിൻ്റെ സമയമായതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. മൂന്നാം വളം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇടേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് വിളിക്കുന്നതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം രാത്രിയിൽ ഇപ്പം ഈ ബെഡിലിരുന്നുകൊണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ അവിടെ ബെഡിലിരുന്ന് വീഡിയോ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാട്സപ്പിൽ ഈ ഫേസ്ബുക്കിൽ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വളരെ കുറവാണ്. കാരണം നമ്മൾ അതിന് താല്പര്യപ്പെടുന്നില്ല. എൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനകത്ത് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു തരുന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ എന്നാലും ഞങ്ങളുടേതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞങ്ങൾ വരുത്താറുണ്ട് ഞങ്ങളുടെ ഈ കൃഷി രീതിയിൽ. അപ്പോൾ അത് അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. അതിനകത്ത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ഇപ്പം ചിലർക്ക് പറയാം അവൻ വലിയ ആളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ വഴി ഞാൻ പറയുന്നു. കൃഷിക്കാർ രക്ഷപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രമാണ്. കാരണം നമ്മുടെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, എല്ലാ നാട്ടിലും ഉണ്ട് ചില കൃഷിക്കാർ. ഇപ്പം അവർ എന്തെങ്കിലും ഒരു കീടനാശിനിയോ കളനാശിനിയോ കണ്ടെത്തി കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ കുപ്പി മാറിയിട്ട് വേറെ കുപ്പിക്കകത്ത് ഒഴിച്ചുകൊണ്ട് വരും. വേറെ കുപ്പിക്കകത്ത് ഒഴിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കണ്ടത്തിൽ അപ്ലൈ ചെയ്യും. അപ്പം തൊട്ടടുത്ത കൃഷിക്കാരൻ ഇത് പഠിക്കരുത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അത് നമുക്ക് അനുഭവസ്ഥനാണ്. എന്നിട്ട് ഇതിൻ്റെ കുപ്പി വല്ല കാട്ടിലോ അല്ല ഒറിജിനൽ സാധനം കൊണ്ടുവന്ന് അതിൻ്റെ കുപ്പി പോളയുടെ അടിയിലൊക്കെ താത്തിട്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ചെറുപ്പക്കാരായ പിള്ളേരായതുകൊണ്ടും ഈ മേഖല രക്ഷപ്പെടണമെന്നുള്ളത് കൊണ്ടും ഇതിനകത്തെ ടെൻഷനും ബുദ്ധിമുട്ടും നമുക്ക് നല്ലതുപോലെ അറിയാം. ഈ കൃഷിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ മൂന്നാം വളത്തെക്കുറിച്ച് പറയാം. ഈ മൂന്നാം വളം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 55-ന് മുമ്പ് മൂന്നാം വളം ഇട്ട് തീർക്കണമെന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ആശാൻ സോജം പോലും 55-ന് മുമ്പ് ഇടണമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ മൂന്നാം വളം ഒരിക്കലും 55-ന് ഇടത്തില്ല. 60-ന് ശേഷം മാത്രമേ ഞാൻ മൂന്നാം വളം ഇടത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ പഠനമനുസരിച്ച് 90 ദിവസം വരെ ചെടിക്ക് നൈട്രജൻ ആവശ്യമാണ്. നിങ്ങൾ സാധാരണ ഒന്നാം വളം ഇടുന്നത്, ഇപ്പോൾ നിങ്ങൾ 20-ന് ഒന്നാം വളം ഇട്ടെന്ന് വിചാരിക്കുക. 10 ദിവസം അല്ലെങ്കിൽ ഒരു 13 അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നെല്ല് നരയ്ക്കാൻ തുടങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ എത്ര ടൈം കിട്ടുന്നുണ്ട്? മാക്സിമം കിട്ടുന്ന സമയം 15 ദിവസം. ഈ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നെല്ല് നരയ്ക്കാൻ തുടങ്ങി. അപ്പം എന്നിട്ട് രണ്ടാം വളം നിങ്ങൾ ചിലർ കൊണ്ടുപോയി 37-നും 35-നും 40-നും വരെ രണ്ടാം വളം കൊണ്ടിടും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം വരുന്നത് വെച്ചാൽ പിന്നെ മൂന്നാം വളം ഇടാനായിട്ട് എത്ര ദിവസമാണ്? 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ നെല്ലിൻ്റെ കളറ് മാറുക. 20-ന് ഇട്ടു, 35 ആയപ്പോൾ ചെടി നരച്ചു, 35-ന് ഇട്ടു, 50 ആയപ്പോൾ ചെടി നരച്ചു, ഉടനെ 50-ന് കൊണ്ടിടും. 50-ന് കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് 60-62 കഴിയുമ്പോൾ ചെടി നരയ്ക്കാൻ തുടങ്ങും. കറക്റ്റ് കതിര് വരുന്ന സമയമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70 മുതൽ 90 വരെ കതിര് നിരക്കും. അപ്പം നിങ്ങൾ ഈ 50-ന് കൊണ്ട് മൂന്നാം വളം ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം, 50-ന് കൊണ്ട് മൂന്നാം വളം ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം ഏതാണ്ട് ഒരു 65 ആകുമ്പോഴത്തേക്ക് ചെടി നരയ്ക്കാൻ തുടങ്ങും. അതാണ് ആൾക്കാർ പറയുന്നത്, ചെടി കതിര് വരാൻ നേരത്ത് ഇല മഞ്ഞ കളറാവും. കതിര് വന്നതിന് ശേഷം ആ കളറ് മാറി നെല്ല് നോർമലാവുമെന്ന് പറഞ്ഞു. അവിടാണ് എൻ്റെ ചിന്ത പോയത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കതിര്, നമ്മുടെ ഒരു നെൽമണിയുടെ കതിര് വരുമ്പോഴത്തേക്ക് ആരോഗ്യമില്ലാത്ത ആ കതിര് നിരക്കുന്ന സമയത്ത് ചെടിക്ക് ആരോഗ്യമില്ലെങ്കിൽ ഇതിൻ്റെ കതിര് മുഴുവൻ തള്ളി പുറത്തേക്ക് ഇറങ്ങത്തില്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലാവും? മുഴുവൻ കതിരും തള്ളി പുറത്തേക്ക് ഇറങ്ങത്തില്ല. അത് അവസാനത്തെ കതിര് കുറേ എണ്ണം പകുതി അതിൻ്റെ ചൊട്ടയ്ക്കകത്ത് നിൽക്കും, ബാക്കി കതിരെ പുറത്ത് വരത്തുള്ളൂ. അപ്പോൾ കൃഷിക്കാരൻ്റെ വിളവിനെ അത് ബാധിക്കുന്നില്ലേ? ശരിയല്ലേ? കൃഷിക്കാരൻ്റെ വിളവിനെ അത് ബാധിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ